ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് പെട്ടെന്നൊരു ക്ഷീണവും തളർച്ചയും വല്ലാത്തൊരു അസ്വസ്ഥതയും ഒക്കെ തോന്നുകയാണ് കേട്ടോ. തലേന്നത്തെ ഫുഡ് ഒട്ടും തന്നെ നയനയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വയറിന് നല്ല സുഖമില്ലാതിരിക്കുകയാണ്. അങ്ങനെ രാവിലെ പതിവിലും തെറ്റിച്ച് താമസിച്ചൊക്കെ ആയിരിക്കും കേട്ടോ നയന എണീക്കുന്നത്. അങ്ങനെ നയന താമസിച്ച് എണീക്കുന്ന കണ്ടിട്ട് ആദർശനും കുറച്ച് ദേഷ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും കറക്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നത് നയനയായിരിക്കും. പക്ഷെ അന്ന് എന്തോ നയന എണീക്കാതെ വരുമ്പോഴത്തേക്കിനും ആദർശനും ഒരു ഇഷ്ടക്കേടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്തായിരിക്കും നയന ഇറങ്ങി വന്നത് കാണുന്നത്. എന്താ താൻ ഇത്രയും വൈകിയത്, എന്താ ഇത്ര ലേറ്റായത്, എന്ത് പറ്റി തനിക്കെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട് അത് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, നല്ല ക്ഷീണവും തളർച്ചയും, ഇന്നലെ ഒരു ഗുളിക കഴിച്ചിട്ടാണ് കിടന്നത്, അതിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു, ഉറങ്ങിയത് അറിഞ്ഞേ ഇല്ല, നേരം വെളുത്തത് പോലും അറിഞ്ഞില്ല, ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ഇതിൻ്റെ ഗുളികയുടെ എഫക്റ്റിൽ നിന്ന് വിട്ടുമാറിയത്. എന്നിട്ട് ഇപ്പോഴും എനിക്ക് ശരിക്കും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, തലയെല്ലാം വെട്ടി പൊളക്കുന്നു, തല കറങ്ങണ പോലെയൊക്കെ തോന്നുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേ സമയത്ത് ചെറിയമ്മയും എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവും. അങ്ങനെ ചെറിയമ്മ ചോദിക്കുന്നത് എന്താ പറ്റി നയനെ, നിനക്ക് എന്താ പറ്റിയത്, എന്ത് പറ്റി, നിനക്ക് എന്തോ സുഖമില്ലായ്മ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആഹാ എന്ത് സുഖമില്ലായ്മ, അവൾ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി കുറച്ച് ദിവസം അടുക്കളയിലെല്ലാം നേരത്തെ കയറുകയും ഉപ്പും വിളമ്പും തീനും എല്ലാം ആയിരുന്നത്. ഇപ്പോൾ അവളുടെ തനി സ്വരൂപം കൊണ്ടുവന്ന് കണ്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ വീടല്ല ഇത്, നീ ഇവിടെ കെട്ടിക്കയറി വന്ന പെണ്ണ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ ചെയ്യേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ സൂര്യൻ ഉദിച്ചു കഴിയുന്നിടം വരെ കിടന്ന് ഉറങ്ങുകയല്ല വേണ്ടത്. പെൺകുട്ടികൾ അതിരാവിലെ എണീറ്റ് വീട്ടിലെ പണികൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യക്ക് ഇതുവരെയായിട്ടും കോഫി പോലും കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ചെറിയമ്മ പറയുന്നുണ്ട്, എന്താ ഏട്ടത്തി ഇത്, അവൾ ഇത്രയും ദിവസം അവൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ഇന്നൊരു പെട്ടെന്നൊരു ദിവസം അവൾക്ക് അത് ചെയ്യാൻ കഴിയാതെ വന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അവളുടെ മുഖം തന്നെ നോക്കിയാൽ വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയൊക്കെ, അവൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിട്ടല്ലേ അവൾ വരാതിരുന്നത്. അതിനിങ്ങനെ കിടന്ന് ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരാളല്ലെങ്കിൽ ഒരാൾ ഇവിടെ ചെയ്യാൻ ഇത്രയും പേരില്ലേ, നയനമോള് മാത്രമല്ലല്ലോ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ അതിൽ അവിടേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റി, എന്താ നയനെന്ന് പറയുമ്പോൾ ചെറിയമ്മ പറയുന്നുണ്ട് നയനയ്ക്ക് സുഖമില്ലാന്ന്. അപ്പോൾ ദേവയാൻ ഏട്ടത്തിയാണെങ്കിൽ അത് രാവിലെ തന്നെ അടുക്കള കയറിയില്ല എന്നും പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നു, അത്ര തന്നെ, അല്ലാതെ എന്ത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നയനെ ഇവിടുത്തെ അടുക്കള കയറണമെന്ന് ദേവയാനിക്ക് എന്താ ഇത്ര നിർബന്ധം, നയനെ പോലെ നിങ്ങളും ഇവിടുത്തെ മരുമക്കൾ തന്നെയല്ലേ, ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ചായയും പലഹാരങ്ങളും എന്താണെന്ന് വെച്ചാൽ ഇട്ട് കുടിക്കുകയോ ഉണ്ടാക്കി തിന്നുകയൊക്കെ ചെയ്യാം, അതിന് നയനമോളുടെ കൈ എത്തണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ് ദേവയാനി. ഇത്രയും ദിവസം അവൾ വന്ന് കയറി അന്ന് മുതൽ എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ നോക്കി ചെയ്തില്ലേ. ഒരു ദിവസം അവൾക്ക് സുഖമില്ലാണ്ടാവുമ്പോഴത്തേക്കിനും അവൾ വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്ര പറയാൻ എന്തിരിക്കുന്നു, നിനക്ക് വയ്യാഴ്കയൊന്നും വരാറില്ലേ എന്നൊക്കെ ചോദിച്ചു നല്ല തക്ക മറുപടി കൊടുക്കുന്നുണ്ടോ ദേവയാനിക്ക്. എന്നാൽ ഇതിന് ശേഷമാണെങ്കിൽ നയന എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ നയനയ്ക്ക് പെട്ടെന്ന് ഒരു വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ വരികയാണ്. അങ്ങനെ പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനൊക്കെ പോവാണ്, വോമിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇത് കാണിക്കുമ്പോൾ നമ്മുടെ ചെറിയമ്മ ഒന്ന് പുഞ്ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നു എന്താ പറ്റിയ മോക്ക്, എന്താ വല്ലാത്തൊരു തളർച്ചയും, എന്താ പറ്റിയ, എന്താടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചെറിയമ്മ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ, ഒരു സന്തോഷിക്കാനുള്ള വക തന്നെയാണ്, അല്ലേ ആദർശ്, നീ പണി പറ്റിച്ചല്ലോടാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആദർശിനൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ലേ. ഇപ്പോൾ ദേവയാനി ഇങ്ങനെ ഞങ്ങൾ ഷോക്കായിട്ട് നമ്മുടെ ചെറിയമ്മേനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞേ ഇല്ല അതൊന്നും നടക്കില്ല, അതെങ്ങനെ നടക്കാനാ, അതൊന്നും ഇല്ല, നീ ചുമ്മാ പറയല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഇല്ല അത് തന്നെയാണ് കാര്യം ചെറിയമ്മ പറയണം. അപ്പം മുത്തശ്ശി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പുതിയൊരു അതിഥി കൂടി വരാൻ പോകുന്നു, അതിൻ്റെ സൂചനകളും ലക്ഷണങ്ങളും ഒക്കെ ആയത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ ആദ്യം അത് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യനെ നോക്കുമ്പോഴത്തേനും നവ്യ ആദ്യം ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നവ്യയ്ക്ക് നയനയ്ക്ക് ഒരു ചെറിയ ടെൻഷനൊക്കെ വരികയാണ്. അങ്ങനെ പെട്ടെന്ന് അത് റൂമിലേക്ക് വാന്ന് പറഞ്ഞ് നയനനെ വിളിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഇല്ല, അവർക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല, അവരിത്രയും നാളും ആ ഒരു മുറിയിൽ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഭാര്യഭർത്താക്കന്മാരായിട്ട് അവരൊരു ദിവസം പോലും ജീവിച്ചിട്ടില്ല, എനിക്കറിയാം എൻ്റെ മകനെ, അവനെന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ മുത്തശ്ശനും എല്ലാവർക്കും ദേഷ്യം വരികയാണ് കേട്ടോ. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് അവർ ഭാര്യഭർത്താക്കന്മാരാണ്, അത് നീ മറന്നു പോകരുത്, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികയാറാകുന്നു, ഇതുവരേക്കും അവരുടെ റൂമിൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ നമുക്കറിയാൻ പറ്റുമോ, ഈ പുറം
പുറമേ കാണുന്ന ഒരു ലോകമല്ലേ നമ്മൾ അവരുടെ കണ്ടിട്ടുള്ളൂ. നിനക്കെന്താ ഇത്ര ദേഷ്യം, നീ എന്തെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ ഇങ്ങനെ കിള്ളി ചോദിക്കുക. ഇല്ല അച്ഛൻ, ഞാനൊന്നും പറഞ്ഞില്ല. അവന് അവളോട് ഇഷ്ടമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അവനത് പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാനിന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറ. ഒരാളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും അധികം സമയമൊന്നും വേണ്ട ദേവയാനി. ആ നയനയുടെ നല്ല മനസ്സ് ആർക്കാണ് മനസ്സിലാകാത്തതും ഇഷ്ടപ്പെടാത്തതും അത് നിനക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും അവളെ കാര്യവും അതുപോലെ തന്നെ അവളുടെ മനസ്സിനെ എല്ലാവർക്കും ഇഷ്ടവും ഒക്കെയാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയത്ത് ആദ്യം ചോദിക്കുന്നുണ്ട്, എന്താടോ താഴെ എന്തൊക്കെയാണ് അവർ പറയുന്നത്, എന്താ പ്രശ്നം, എന്താ തനിക്ക്, ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അത് ആദ്യമായിട്ട് വേറൊന്നുമല്ല, ഇന്നലെ മുതൽ എനിക്ക് നല്ല സുഖമില്ല, വയറിന് വേദന, കഴിച്ചത് എന്തോ പിടിക്കാഞ്ഞിട്ടാ ദഹിക്കാഞ്ഞിട്ടാ, അതിൻ്റെ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടാണ് ഈ ഒരു വോമിറ്റിങ്ങും ഇതെല്ലാം വന്നത്, അതൊന്ന് റെസ്റ്റ് എടുത്താലൊക്കെ മാറാവുന്നതേ ഉള്ളൂ. അതായിരുന്നു കാര്യം, ഞാൻ വെറുതെ ഒന്ന് ടെൻഷനായി. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി കാണിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ, ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുള്ള അത്രയുള്ള സീരിയസ് ആയ കാര്യമൊന്നുമല്ല, ഇതൊന്ന് റെസ്റ്റ് എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ചൂട് കട്ടൻ ചായ കുടിക്കുകയൊക്കെ ചെയ്താൽ മതി, പെട്ടെന്ന് മാറിക്കോളും, അതിന് ഹോസ്പിറ്റലിലോട്ട് പോകണമെന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഉടനെ ആദർശ് പറഞ്ഞിട്ട്, വേണ്ട വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയേക്കാന്ന് പറഞ്ഞ് പോകാൻ നയനയും കൂട്ടി പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ദേവയാനിയോട് ചെല്ലാൻ പറയുമ്പോൾ ദേവയാനി അസൗകര്യം പറഞ്ഞ് ഒഴിയാണ്. പെട്ടെന്ന് ചെറിയമ്മ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനനെ ചെക്കപ്പൊക്കെ ചെയ്യാണ്. അങ്ങനെ ഡോക്ടർ നല്ല പുഞ്ചിരിയോടെ വരികയാണ്. എന്നിട്ട് നമ്മുടെ ആദ്യയോട് പറയുന്നുണ്ട്, കൺഗ്രാറ്റ്സ്, നയന പ്രഗ്നൻ്റ് ആണെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നയനയ്ക്ക് ആകെ അങ്ങ് ഷോക്ക് ആകുകയാണ് കേട്ടോ. അങ്ങനെ പക്ഷേ ആദർശ് പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഡോക്ടറോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ പറയുന്നത്, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, അതിന് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഷൗട്ട് ചെയ്യാണ്. ഇത് കേൾക്കുന്ന ഡോക്ടർ, എന്തോ ഈ കാണിക്കുന്നത്, ഹോസ്പിറ്റലാണെന്ന് താൻ ഓർക്കണം, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചെറിയമ്മയും പെട്ടെന്ന് എന്താ ഇനി ഈ കാട്ടി കൂട്ടണമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനേയും അതിനും കൂട്ടി വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, അത് പിന്നെ പെട്ടെന്ന് കിട്ടേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ അങ്ങനെ പറഞ്ഞതാണ്, ഡോക്ടറിനൊന്നും തോന്നല്ലേ, സോറി എന്ന് പറഞ്ഞിട്ട് ആദ്യം നയനനെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചെറിയമ്മ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ്, ഈ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി നമ്മുടെ കൂട്ടത്തിൽ എത്തുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും വളരെ സന്തോഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ ദേവയാനിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ നിൽക്കാനുണ്ടോ, തൻ്റെ മകൻ തന്നെ ചതിച്ചു, ഇനി തൻ്റെ പിടിവിളികളെല്ലാം നഷ്ടപ്പെട്ടു, ഇനി അവർ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ ആകെ ആടി ഉലഞ്ഞ മനസ്സുമായിട്ട് ആദ്യം ഇങ്ങനെ കയറി വരികയാണ്. ആരോടും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഓരോന്ന് പറയും, തമാശയ്ക്കുകയും അതുപോലെ തന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നവர்கள் അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ നയനയ്ക്ക് ഒരു അഫെയർ ഉണ്ട്, അതിൽ നിന്നുണ്ടായതാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദ്യമാണ് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ആ ഒരു സ്റ്റെപ്പ് കയറി പോകണതൊക്കെ. എന്നാൽ നയനയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു, ടെസ്റ്റ് റിസൾട്ട് ഇനി നെഗറ്റീവായിരിക്കും, അതിനി എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചതായിരിക്കും, അല്ലാതെ വരാൻ വഴിയില്ല, എന്നാൽ ഇതെന്താണ് ഇങ്ങനെയൊക്കെ, എനിക്ക് മാത്രം ഓരോരോ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങനെ കയറി പോകുന്നത് കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി അധികം വൈകാതെ തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകളുടെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.